നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എബവ് ആൻഡ് ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അത് സർഫസ് ഓഫ് ദ എർത്തിൻ്റെ വാല്യൂ ആണ്. ആ സർഫസ് ഓഫ് ദ എർത്തിൽ നിന്ന് മുകളിലേക്കും താഴേക്കും പോയാൽ G 9.8 എന്നുള്ളത് മാറ്റം വരുമോ? അതിലെന്തായിരിക്കും വ്യത്യാസം? അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കും കൂടെയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച്. എന്താ ഹൈറ്റ് എച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ എർത്താണ്, ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഈ എർത്തിൽ നിന്ന് എച്ച് ഹൈറ്റിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ വെക്കുകയാണ്. അതായത് ഇവിടം വരെ റേഡിയസ് ഓഫ് ദ എർത്ത്, അവിടെ നിന്ന് വീണ്ടും എച്ച് ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റ് മാസ് എം വെക്കുകയാണ്. അപ്പോൾ ഈ പോയിൻ്റ് എം, ഇവിടെ നേരത്തെ നമ്മൾ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇവിടെ ഇരുന്നപ്പോഴാണ് നമുക്ക് G 9.8 എന്ന് കിട്ടിയത്. ഇനി അതേ മാസ് എടുത്ത് ഞാൻ എച്ച് ഹൈറ്റിൽ വെക്കുമ്പോഴും അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് തന്നെ ആയിരിക്കുമോ, മാറ്റം വരുമോ എന്നാണ് നമുക്ക് കാണാനുള്ളത്. നോക്കാം. എം ഇസ് എ പോയിൻറ്റ് മാസ് അറ്റ് എ ഹൈറ്റ് എച്ച് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. എന്താ പോയിൻറ്റ് മാസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, എത്ര വലിയ ഓബ്ജക്റ്റ് ആയാലും എത്ര ചെറിയ ഓബ്ജക്റ്റ് ആയാലും ഭൂമി അട്രാക്റ്റ് ചെയ്യുന്നത് ഒരേ ആക്സിലറേഷൻ കൊണ്ടാണ്. അപ്പോൾ എത്ര വലിയ മാസ്സാണെങ്കിലും നമ്മൾ അതിനെ ഒരു പോയിൻ്റ് മാസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുക. അഥവാ മാസ്സെല്ലാം ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ള കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. 6 റേഡിയസ് ഓഫ് ദ എർത്താണ്. G1 ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പോയിന്റ് എം. G1 എന്ന് ഉദ്ദേശിക്കുന്നതോ GH എന്നാണ് ഞാൻ പലപ്പോഴും ബുക്കിലൊക്കെ കാണാറുള്ളത്. ഈ പോയിന്റിലുള്ള ആക്സിലറേഷൻ. ഇവിടെയുള്ളത് G എന്നെടുത്തു, ഇവിടെയുള്ളത് G1 എന്നെടുക്കുന്നു. സോ G1 എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. വാട്ട് ഇസ് എ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച്, അഥവാ G1 ഓർ GH. ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ പോയിന്റ് മാസ് ഇസ് ഗിവൻ ബൈ ഫോഴ്സ് ബൈ മാസ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ മാസ് ആണെന്ന് നമുക്കറിയാം. കാരണം F is equal to ma. അപ്പോൾ A എന്ന് പറയുന്നത് F/m. ഇവിടെ A അല്ല, G1. അപ്പോൾ Gmm, ഫോഴ്സിൻ്റെ വാല്യൂ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. G ഇൻറ്റു m ബൈ സോ മച്ച് ഡിസ്റ്റൻസ്. ഈ ദൂരം r+h ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ദ മാസ്. ഇവിടെ വെച്ചിരിക്കുന്ന ഇതിൻ്റെ മുകളിലുള്ള ആക്സിലറേഷനാണ് കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാസ് കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഇതാ ഹരിച്ചു. ഇതിൽ ഈ 2 എമ്മുകളും അങ്ങ് പോയി. ബാക്കി എത്ര കിട്ടി? നമ്മളിവിടെ ഇടാൻ കാരണം F is equal to Gmm by r+h ദ ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എഫിന് ഇവിടെ ആ ടേം ഇട്ടിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ എം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ G1 ഈക്വൽ ടു Gm by r+h ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1, where r+h is the total distance to the point mass from the center of the earth. നമുക്കറിയാം m the mass of the earth, g യുടെ വാല്യൂ Gm by r സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ടോപ്പിക് അതായിരുന്നു. G is equal to Gm by r സ്ക്വയർ എന്നുള്ള ഡെറിവേഷൻസ്. സോ ഫ്രം 1 and 2, 1 and 2 നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2. അതിൽ Gm ക്യാൻസലായി പോവും. ഇവിടുത്തെ ഈ Gm ക്യാൻസലായി പോയി കഴിഞ്ഞാൽ r സ്ക്വയർ ബൈ r+h ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. r സ്ക്വയർ ഡിവൈഡഡ് ബൈ r+h ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് G1 എന്ത് കിട്ടും? ഈ G വെച്ച് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. Gr സ്ക്വയർ ഡിവൈഡഡ് ബൈ r+h ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നോക്കൂ, Gr സ്ക്വയർ അവിടെ തന്നെയുണ്ട്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ r-നെ പുറത്തേക്ക് ഇടുകയാണ്. r-നെ പുറത്തേക്ക് ഇടുമ്പം r ഇൻറ്റു 1+h/r എന്ന് കിട്ടും. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ കാര്യമാണ് പറയുന്നത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ r-നെ പുറത്തെടുക്കുമ്പോൾ r ഇൻറ്റു 1+h/r എന്ന് കിട്ടും. പക്ഷേ നമുക്കതിന് സ്ക്വയർ ചെയ്യണം. അപ്പോൾ പുറത്തുള്ള r-നെ സ്ക്വയർ ചെയ്താൽ r സ്ക്വയർ, അകത്തുള്ള 1+h/r-നെ സ്ക്വയർ ചെയ്താൽ 1+h/r ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ശേഷം ഈ r സ്ക്വയർ 2 നമ്മൾ കട്ട് ചെയ്തു. ബാക്കി G ഉള്ളൂ. ഡിവൈഡഡ് ബൈ ആണ്. ഈ 2 എന്നുള്ളത് മുകളിൽ പോകുന്നതാണ്. ഈ -2 ഇത് 1/, ആയിരുന്നു. G ബൈ 1+h/r പവർ 2 ആയിരുന്നു. ഇത് G ഇൻറ്റു 1+h/r പവർ -2 എന്ന് കിട്ടും. പക്ഷേ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടേം വളരെ വളരെ ചെറുതാണെങ്കിൽ
1 പ്ലസ് എക്സ് പവർ എൻ എന്നുള്ള ഫോർമുല എഴുതും. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷനാണത്. 1 പ്ലസ് എക്സ് പവർ സ്മോൾ എൻ എന്ന് എഴുതിയാൽ ഈ h/r വളരെ ചെറുതാണ്. ആലോചിച്ച് നോക്കൂ, എച്ച് എന്ന് പറയുന്നത് ഇതാണ്, ആർ എന്ന് പറയുന്നതോ റേഡിയസ് ഓഫ് ദ എർത്ത്. ഇത് 6400 കിലോമീറ്റർ ഉണ്ട് ആർ എന്ന് പറയുന്നത്. ഇത് വളരെ 1-2 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടേം വളരെ ചെറുതാണ്. ഈ ടേം വളരെ ചെറുതാണെങ്കിൽ 1 പ്ലസ് എൻ എക്സ് എന്ന് എഴുതാം. എന്നിൻ്റെ സ്ഥാനത്ത് -2, എക്സിൻ്റെ സ്ഥാനത്ത് h/r. അപ്പോൾ അത് രണ്ടും കൂടെ എൻ എക്സ് എന്ന് എഴുതിയതാണ് ഈ കണ്ടത്. 1 പ്ലസ് എൻ എക്സ് എന്നുള്ളത് n-2 ആയതുകൊണ്ട് ഇവിടെ -2 വന്നു. എക്സിൻ്റെ സ്ഥാനത്ത് h/r വന്നു. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എച്ചിൻ്റെ വാല്യൂ വളരെ 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 ചെറുതാണ്. ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എച്ച് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ G1 എന്ന് പറഞ്ഞാൽ G × 1 - 2h/r. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് എച്ച് കൂടും തോറും സ്മോളർ ദ വാല്യൂ ഓഫ് G, അഥവാ ദ വേരിയേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് G ഇസ് നെഗ്ലിജിബിളി സ്മോൾ ഫോർ ഓർഡിനറി ഹൈറ്റ്സ് ഓഫ് എബൌട്ട് 10 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഏറെക്കുറെ ഇത് 10 കിലോമീറ്റർ വരെ വന്നാൽ പോലും, ഇത് 10 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു 2 × 10 20 കിലോമീറ്റർ വരും. അടിയിൽ 6400 കിലോമീറ്റർ വരും. അപ്പോൾ 20/6400 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1/3200 എന്ന് വരും. അപ്പോൾ അത്രയും ചെറിയ വാല്യൂ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 കിലോമീറ്റർ വരെ ഹൈറ്റ് പോയാലും വലിയ വ്യത്യാസമില്ല. പക്ഷേ ഹൈറ്റ് കൂടും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി ഡെപ്തിൽ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പം ഇത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ റേഡിയസ് ആണ് R, മാസ്സാണ് M. പക്ഷേ ഒരു സ്മോൾ സ്ഫിയർ വെച്ചിരിക്കുകയാണ്. എവിടെ? എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ളിലേക്ക് d ഡിസ്റ്റൻസ് താഴ്ത്തി ഒരു മാസ് വെച്ചിരിക്കുകയാണ്, സ്മോൾ m. നേരത്തെ നമ്മൾ റേഡിയസ് ഓഫ് ദ സർഫസിൽ നിന്ന് ഉയരത്തിലേക്ക് h ഹൈറ്റിലാണ് മാസ് വെച്ചതെങ്കിൽ ഇവിടെ ഡെപ്തിലാണ് മാസ് വെച്ചിരിക്കുന്നത്, സ്മോൾ m. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയെന്ന് നോക്കാം. ഡെപ്ത് d ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്, m മാസ് ഓഫ് ദ എർത്ത്, r റേഡിയസ് ഓഫ് ദ എർത്ത്, ms ഇസ് ദ മാസ് ഓഫ് ദ സ്മോൾ സ്ഫിയർ ഓഫ് റേഡിയസ് r - d. ഈ r - d റേഡിയസ് വരുന്ന ഈ സ്മോൾ സ്ഫിയറിൻ്റെ മാസാണ് ms എന്ന് എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം എർത്തിൻ്റെ മാസാണ്. ms എന്ന് പറയുന്നത് സ്മോൾ സ്ഫിയറിൻ്റെ മാസാണ്. m ഇസ് ദ പോയിൻറ്റ് മാസ് ഓഫ് എൻ ഓബ്ജക്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്മോൾ സ്ഫിയർ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു h ഹൈറ്റിൽ വെച്ച ആളിനെ ഇപ്പോൾ d ഡെപ്തിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതെന്താണ്? ഇവിടെ മാസുകളുടെ 2 മാസ്, ക്യാപിറ്റൽ MS എന്ന് പറയുന്നത് ചെറിയ സ്ഫിയറും ക്യാപിറ്റൽ M എന്ന് പറയുന്നത് വലിയ സ്ഫിയറിൻ്റെയും മാസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണല്ലേ. അപ്പോൾ ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ വലിയ ആളുടെ വോളിയം എത്രയാണ്? 4/3 πr³ ഇൻറ്റു ഡെൻസിറ്റി. ചെറിയ ആളുടെ വോളിയം എത്രയാ? മാസ് എത്രയാ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അതായത് 4/3 πr-d³ ഇൻറ്റു ഡെൻസിറ്റി. പക്ഷേ 4/3 റോ എന്ന് പറയുന്നത് മുകളിലും താഴെയും സെയിം ആണ്. അപ്പോൾ അത് കട്ട് ചെയ്തു പോകും. ബാക്കി എത്രയേ ഉള്ളൂ? സ്മോൾ m മാസ് r-d³ ക്യാപിറ്റൽ M r³ കിട്ടും. മനസ്സിലായോ? ഇതിൽ നിന്ന് ms എങ്ങനെ കിട്ടും? സ്മോൾ മാസിൻ്റെ, അതായത് ഈ ചെറിയ സ്ഫിയറിൻ്റെ മാസ് എത്ര കിട്ടും? ഈ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വെക്കുക. അടുത്തത് ഫോഴ്സ് ഓൺ ദ പോയിൻറ്റ് മാസ് m. ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? Gmm/r² നമ്മൾ പഠിച്ചു, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. Gm1m2/r². ഇതിലെ m1 എന്താ? സ്മോൾ സ്ഫിയർ. ഇതെന്താ? നമ്മൾ വെച്ച പോയിൻറ്റ് മാസ്. ഇതെന്താണ്? ആ സ്മോൾ സ്ഫിയറിൻ്റെ റേഡിയസ്. അപ്പോൾ ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1 and 2. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 ഇൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1, ഇതിൽ ഒരു ms പറഞ്ഞൊരു ടേം ഉണ്ട് അല്ലേ. ഈ ms എന്നുള്ളത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ms ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ms സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം m × r-d^3/r³ എന്ന് കിട്ടും. ബാക്കിയുള്ള നമ്മളിവിടെ ഉള്ളത് തന്നെയാണ്. Gm ഉം r-d² ഇവിടെ ഉണ്ട്. ഇതാ Gm r-d².
ബാക്കിയുള്ളത് എം എസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്തൊക്കെ പോയിക്കോട്ടെ. എന്തൊക്കെയാണ് പോയത്? ഇവിടെ ഇത് എഫ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 അടിയിൽ ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയറും ഇവിടെ ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബാണ്. ഈ സ്ക്വയറും ക്യൂബിലും 2 എണ്ണം വീതം വെട്ടിപ്പോയി, ബാക്കി മുകളിൽ 1 ഉള്ളൂ. അതവിടെ ഉണ്ട്. ബട്ട് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് കാണാൻ നമുക്ക് ഇതിനെ മാസ് കൊണ്ട് ഹരിക്കണം. അപ്പോൾ മാസ് കൊണ്ട് ഹരിച്ച ഡെപ്ത് കിട്ടി, ജി ഡി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി. അപ്പോൾ ഇതിനെ സ്മോൾ എം കൊണ്ട് ഹരിച്ചു, നമുക്ക് ഇതാണ് ഇക്വേഷൻ കിട്ടുന്നത്. ജി എം ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആർ മൈനസ് ഡി. അപ്പോൾ ജി ഡി എന്ന് പറയുന്നത് ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ആർ. കാരണം ജി എം ബൈ ആർ സ്ക്വയറിന് നമുക്ക് ജി എന്ന് എഴുതാം. നേരത്തെ ഇക്വേഷനിൽ നമ്മൾ ജി എം ബൈ ആർ സ്ക്വയറിന് ജി എന്ന് ഇട്ടപ്പോൾ ജി ഇൻറ്റു ആർ മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും. ഇനി ഇത് വീണ്ടും നമ്മൾ ഇവിടെ ആറിനെ പുറത്തെടുത്താൽ ആർ ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് കിട്ടും ന്യൂമറേറ്ററിൽ. ഇവിടെ ന്യൂമറേറ്ററിൽ ആർ ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരും. ആ പുറത്തെടുത്ത ആറും ഈ അടിയിലെ ആറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സിലുള്ള 1 മൈനസ് ഡി ബൈ ആറും ജിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ അതേപോലെ thus as we go down below the earth's surface acceleration due to gravity decreases by a factor 1 minus d by r. അപ്പോൾ മുകളിലേക്ക് പോയാലും ശരി താഴേക്ക് പോയാലും ശരി എർത്തിൻ്റെ സർഫസിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയേക്കാൾ കുറവാണ്. Acceleration due to gravity is maximum on the earth's surface, decreasing whether you go up or down. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജിയുടെ വാല്യൂ 9.8 എന്നുള്ളത് എർത്ത് സർഫസിൽ മാത്രമാണ്. മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും അതിൻ്റെ വാല്യൂ കുറയുന്നു. മനസ്സിലായോ? താങ്ക് യു.